ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ ഒരു 6 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ശേഷം ഞാനിതാ പല്ല് തേച്ചിട്ട് ഓലോടുത്ത് നിസ്കരിക്കാനായിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ദിക്ർ സലാത്തൊക്കെ ചെല്ലും. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് ഇതായിട്ട് നേരെ കൊളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടു. ശേഷം നമ്മൾ വീട്ടിൽ പാല് വന്നിട്ടുണ്ടാകും. അപ്പോൾ പാലെടുക്കാനായിട്ട് പോയി. അപ്പോൾ ഇതാ ഇവിടെ കേട്ടോ എന്നും പാല് കൊടുന്ന് വെക്കാറുള്ളത്. ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാണ്. പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെ അങ്ങനെ ചായ പതിവില്ല. പക്ഷെ വീട്ടിൽ മറ്റുള്ളവരൊക്കെ ചായ കുടിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചായ ഉണ്ടാക്കുള്ളൂ. ഞാൻ മുമ്പൊക്കെ സ്ഥിരമായിട്ട് ചായ കുടിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് കുടിക്കാതായപ്പോൾ ഇപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചായ കുടിക്കലില്ല കേട്ടോ. ഇന്നത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിയിട്ട ഞാൻ മിക്സിയിലിട്ടിട്ട് അടിക്കലാണ് കേട്ടോ. ദോശപ്പൊടിയും അതേപോലെ തന്നെ വെള്ളം ഓയിലും ഉപ്പിട്ടിട്ടാട്ടോ എന്നിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ദോശക്കല്ലിൽ പാർന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം രാവിലെ കഴിക്കാൻ ദോശയാണ് കേട്ടോ. ഉഴുന്ന ദോശനൊക്കെ എനിക്കിഷ്ടം നീർദോശയാണ്. ഇത് നമ്മൾ മലപ്പുറംകാരുടെ ഒരു വികാരം പോലെയാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അത്രക്കും നമ്മളെ മലപ്പുറം ഈ സൈഡിലൊക്കെ എല്ലാ പേരയിലും ഇങ്ങനത്തെ ദോശ ഉണ്ടാവില്ല സാധാരണയായിട്ടില്ല. ദോശയ്ക്ക് കറി മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി ഒന്ന് വഴഞ്ഞ് വന്നപ്പോൾ മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഒന്ന് ചിക്കി എടുക്കട്ടോ ചെയ്യണത്. ഈ നേരമാകുമ്പോഴത്തേനും മോന് എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ അവനക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ അവനക്ക് വിശന്നപ്പോൾ അവന് ഉമ്മ എന്ന് വിളിച്ചിട്ട് എൻ്റെ പിന്നാലെ നടക്കാനുണ്ടോ. അപ്പോൾ അവനക്ക് ഞാൻ ഫുഡ് കൊടുക്കും. ദോശ അവനക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്നെന്താണ് അവൻ ദോശ കഴിക്കാൻ വല്ലാതെ കൂട്ടാക്കണില്ല. അപ്പോൾ കറി കണ്ടപ്പോൾ കറി മതി എന്ന് പറഞ്ഞിട്ട് അതുണ്ടോ അങ്ങനെ കഴിക്കാൻ പറയണത്. എന്നാലും ലാസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ചു. മോനക്ക് ഫുഡ് എടുത്തിട്ട് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഉമ്മ കോഴീനെ വിടാൻ പോയാൽ മോനക്കും ഇതേപോലെ കോഴീനെ വിടണം കേട്ടോ. അപ്പോൾ അവനാണ് ഇന്ന് കോഴീനെ കൂട്ടുന്ന പുറത്താക്കുന്നത്. കോഴി എന്ന് പറഞ്ഞാൽ അവന് ബബ്ബ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. കോഴീനെ കാണാൻ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കോഴീൻ്റെ അടുത്ത് പോയിട്ട് അവനങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും. ഉമ്മ വണ്ടി എടുത്തിട്ട് പുറത്ത് പോകണ്ട. അപ്പോൾ മോനക്കും പോകണമെന്ന് പറഞ്ഞിട്ട് അവനെ വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ്. അനിയത്തി അവനെ പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ പുറത്ത് സാധനം വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അവർ പോയ ടൈമിൽ ഞാൻ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരുമ്പി. പിന്നെ സ്കൂളിൽ പൂട്ടിയപ്പോൾ ഉമ്മ അനിയനക്കൊരു പണി കൊടുത്താണ് അവൻ്റെ ബാഗൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ അവൻ അതൊക്കെ കഴുകണ തിരക്കിലാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മടക്കി വെക്കുകയാണ്. ശേഷം പിന്നെ ബാക്കി ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ അടിച്ചു വാരി
നമുക്ക് കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവൻ കളിക്കാണ്ട് അങ്ങനെ അടുക്കി വെച്ചിട്ട് അങ്ങനെ കളിച്ചപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അവന് ട്രൗസറൊന്നും ഇട്ടിട്ടില്ല. ഇത് വീടൊക്കെ തുടക്കണത് അനിയത്തിയാണ്. പിന്നെ ഇത് ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. ഇന്നത്തെ ലഞ്ചിന് വെണ്ടക്ക കറിയും മീൻ പൊരിച്ചതും പിന്നെ കയ്പങ്ങ അച്ചാറും ഉപ്പേരിയായിട്ടുള്ളത്. പിന്നെ ശേഷം മോനെ ഉറക്കിയിട്ട് അവന് എണീറ്റപ്പോൾ അവർ കടയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകട്ടെ. അപ്പോൾ അവനക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പോവുകയാണ്. അവന് വന്നിട്ട് അവനക്കൊരു വൈകിട്ടാകുമ്പോൾ എന്തോ സ്നാക്സ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് പഴം വാട്ടിയതാണ്. അപ്പോൾ അത് അവനക്ക് നല്ല ഇഷ്ടമായിരിക്കണം. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഴിക്കളുടെ പിന്നാലെയും താറാവിൻ്റെ പിന്നാലെയും ഇങ്ങനെ നടക്കും. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ രാത്രിയായി ബ്ലൈൻഡ്സൊക്കെ താഴ്ത്തിയിട്ടിട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.